ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ, അതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എസ് സോമനാഥാണ്. അപ്പോൾ ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും കൂടെ നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? എസ് സോമനാഥ്. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണാണ് നിലവിലെ ചെയർമാൻ. വി നാരായണാണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. വിക്ഷേപണം എന്നായിരുന്നു ചന്ദ്രയാൻ 3 വിക്ഷേപണം എന്ന് പറയുന്നത്? 2023 ജൂലൈ 14 വിക്ഷേപണം എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ. അപ്പോൾ എവിടെയാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ദക്ഷിണ ധ്രുവത്തിലായിരുന്നു സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഓഗസ്റ്റ് 23. ഭ്രമണപഥത്തിൽ എത്തിയത് എന്നായിരുന്നു? ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിലെത്തിയത്. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? ആ പോയിന്റ് പറയുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ് പറയുന്നത്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ 4ാമത്തെ രാജ്യമാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യയും. എന്നാൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയാണ്. ദക്ഷിണ ധ്രുവത്തിലാണെങ്കിൽ ആദ്യ രാജ്യം ഇന്ത്യയാണ്. പക്ഷെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്ന് പറയുന്നത് എന്നാണ്? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. യാത്ര ചെയ്ത വാഹനം ഏതായിരുന്നു? LVM-3M4. LVM-3M4 ആണ് ചന്ദ്രയാൻ 3 വഹിച്ച വാഹനം എന്ന് പറയുന്നത്. അതിൻ്റെ ലാൻഡർ ഏതാണ്? വിക്രമാണ്. ലാൻഡ് റോവർ ഏതായിരുന്നു? പ്രഖ്യാനാണ് ലോൺ. ഇതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയ ആരാണോ? പ്രോജക്റ്റ് ഡയറക്ടറാണ് വീരമുത്തുവേൽ. ആരാണോ? വീരമുത്തുവേലാണ് ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യ സന്ദേശം എന്തായിരുന്നു? ഞാനിതാ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഞാനിതാ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഇത്രയുമാണ് ബേസിക്കായിട്ട് ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം നമ്മൾ ഓർക്കുക, വിക്ഷേപണം എന്നായിരുന്നു? 2023 ജൂലൈ 14. അത് ഭ്രമണപഥത്തിലെത്തിയതെന്നായിരുന്നു? ഓഗസ്റ്റ് 5. എന്നാൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെത്തിയതെന്നായിരുന്നു? സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നായിരുന്നു? ഓഗസ്റ്റ് 23. 3 ഡേറ്റ് മാത്രമേ ഉള്ളൂ. ജൂലൈ 14, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 23. വിക്ഷേപണ സമയത്തെ ചെയർമാൻ ആരായിരുന്നു? എസ് സോമനാഥ്.